വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MP നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED ഇന്നലെ വീണ്ടും കെ രാധാകൃഷ്ണന് സമൻസ് നൽകിയിരുന്നു. നാളെ വൈകിട്ട് EDയുടെ ഡൽഹി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് സമൻസിലെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരുന്നെങ്കിലും കെ രാധാകൃഷ്ണൻ എത്തിയിരുന്നില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ ഹാജരാകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം EDക്ക് കത്ത് നൽകിയിരുന്നു. ED അന്വേഷണത്തിൽ ഭയമില്ലെന്നും കെ രാധാകൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള BJPയുടെ നീക്കമാണെന്നായിരുന്നു കെ രാധാകൃഷ്ണന്റെ വിമർശനം. മൊഴിയെടുക്കാൻ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിൽ ഏത് കേസെന്നില്ല. വ്യക്തിപരമായ സ്വത്തിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഹാജരാകാമെന്ന് രേഖാമൂലം അറിയിച്ചതായും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞിരുന്നു. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലൂടെ ലഭിച്ച പണം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയെന്നാണ് ED പറയുന്നത്. ഈ തട്ടിപ്പ് കാലയളവിൽ കെ രാധാകൃഷ്ണനായിരുന്നു CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി. കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് EDയുടെ നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.